നമസ്കാരം. പ്രധാന വാർത്തകൾ. വിപ്ലവ നായകൻ VS അച്യുതാനന്ദന് വിട നൽകി കേരളം. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തി ജനലക്ഷങ്ങൾ. വിലാപയാത്രയിലും പൊതുദർശനത്തിലും ജനത്തിരക്ക് അണപൊട്ടി. ദേശീയപാതയിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണ നഗരത്തിൽ റോഡ് തകർച്ച. പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി യുപ്നി. ഒറ്റപ്പാലത്ത് റെയിൽപാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ട്രെയിൻ അട്ടിമറി ശ്രമത്തിനാണ് കേസ്. അപകട സാധ്യത ഉണ്ടായിരുന്നെന്ന് വിലയിരുത്തൽ. കോടതിയിൽ ഹാജരായ കഞ്ചാവ് കേസ് പ്രതി കേസ് പരിഗണിക്കുന്നതിനിടെ മുങ്ങി. ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസ് പ്രതി കോട്ടയം സ്വദേശി നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയിൽ നിന്ന് മുങ്ങിയത്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ വ്യാഴാഴ്ച കർക്കിടക വാവ് ബലിയിടും. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വിപുലമായ ക്രമീകരണം. മണ്ണാർക്കാട് പയ്യനടം കോതറാത്തോടിന്റെ ബണ്ട് തകർന്ന് കൃഷി നശിച്ച സംഭവം. കർഷക കൂട്ടായ്മ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ബണ്ട് പുനർനിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. വിപ്ലവ ജനനായകൻ VS അച്യുതാനന്ദന് വിട നൽകി കേരളം. VSനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും ജനലക്ഷങ്ങളാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. വിലാപയാത്രയിലും പാതയ്ക്ക് ഇരുവശവും തിങ്ങി നിറഞ്ഞ ജനസാഗരം VSനെ ഒരു നോക്ക് കാണാൻ തിരക്കുകൂട്ടി. അദ്ദേഹത്തിൻ്റെ വസതിയിലും DC ഓഫീസിലും VSനെ ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങളെത്തി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും പാർട്ടി നേതാക്കളും റെഡ് വാളണ്ടിയേഴ്സും ബുദ്ധിമുട്ടി. നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം ഇതോടെ താളം തെറ്റി. മഴയും കാലാവസ്ഥയും ഒന്നും വകവയ്ക്കാതെ ആബാലവൃദ്ധം ജനങ്ങളാണ് ആലപ്പുഴയിലേക്ക് VSനെ കാണാൻ എത്തിയത്. കണ്ണേ കരളെ വിളികളുമായി അവർ VSന് യാത്രാമൊഴിയേകി. ജനനേതാവിൻ്റെ അന്ത്യയാത്രയും അങ്ങനെ മറ്റൊരു ചരിത്രമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വിയോഗത്തിൽ ചെർപ്പളശ്ശേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മൗനജാഥ ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ജനങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരും പറഞ്ഞിട്ട് വന്നതല്ല. VSനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ, വയസ്സായ ആളുകൾ, കുട്ടികളായ ആളുകൾ റോഡിലൊക്കെ തന്നെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് കാണിക്കാതെ ഇരുന്നാൽ വാഹനം തടഞ്ഞുകൊണ്ട് കണ്ടേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള നിലപാടുകളൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കേരള സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയ കക്ഷി ഭേദവ്യത്യാസമൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ നിലപാടിൽ വ്യത്യസ്തതയുണ്ടാവും, നേർക്ക് നേരെയുള്ള പോരാട്ടം ഉണ്ടാവും, സമരമൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ താല്പര്യത്തിനും ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെറുപ്രായം മുതൽക്ക് തന്നെ അതിന് ഉള്ള പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തകനായിട്ട് വരികയാണ് ഞാൻ. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. P മമ്മിക്കുട്ടി MLA, മുതിർന്ന CPM നേതാവ് P ഉമ്മർ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, C ജയകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ KA ആസീസ്, CA ബക്കർ, PP വിനോദ് കുമാർ, M സുകുമാരൻ, സേതലവി, ദാസൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. VSന്റെ വിയോഗത്തിൽ മണ്ണാർക്കാടും സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. നിരവധി പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചുനിന്ന അതിനായി പോരാടിയ നേതാവാണ് VS അച്യുതാനന്ദനെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച N ഷംസുദ്ദീൻ MLA പറഞ്ഞു. അട്ടപ്പാടിയിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ട് താൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ VS വിമർശിച്ചു. ആ വിമർശനം ഭാഗ്യമായാണ് ഇന്ന് കാണുന്നതെന്ന് MLA പറഞ്ഞു. അന്ന് ശ്രീ AK ബാലൻ അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. അപ്പോൾ AK ബാലൻ ഈ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. അപ്പോൾ ഞാൻ ചെന്ന് ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. നിയമസഭാ നടപടികളൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായി അന്ന് G കാർത്തികേയനാണ് സ്പീക്കർ.
ഞാൻ എഴുന്നേറ്റ് എൻ്റെ മണ്ഡലമാണ്, എനിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അവസരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം ഇല്ല. പക്ഷേ കാർത്തികേയൻ എനിക്കൊരു അവസരം തന്നു. ഞാൻ ഇത് ഗവൺമെൻറ്റിൻ്റെ പോരായ്മ കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ ന്യായീകരിച്ച്, സ്വാഭാവികമായും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയ സംവാദം. ഞാനത് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേൽക്കുന്നത് വാക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി, സഭ ബഹിഷ്കരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ സഖാവാണ്. സ്വാഭാവികമായും ഈ നടപടികളെ ന്യായീകരിച്ച ഒരു ഭരണപക്ഷി MLAക്ക് എത്താവുന്ന വിമർശനം സഖാവ് അച്യുതാനന്ദൻ്റെ നാവ് കൊണ്ട് കേൾക്കാൻ ഒരു കണക്കിന് അന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയെങ്കിലും അത് ഞാൻ ഇന്നൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഞാൻ അപ്പം തന്നെ അത് തമാശക്ക് നമ്മൾ ഷാഫിയും ഷാജിയും ഒക്കെ ആയിട്ട് ഞങ്ങളെ കമ്പനി ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളൊക്കെ റേഞ്ചിൽ നിന്ന് വിട്ടു, സഖാവ് അച്യുതാനന്ദൻ വിമർശിക്കുന്ന റേഞ്ചിലെത്തി എന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കണം. അങ്ങനെ ആ റേഞ്ചിലെത്തിയതുകൊണ്ടല്ല, പക്ഷേ ഇവിടെ അവിടുത്തെ ജനപ്രതിനിധി എല്ലാം മറന്ന് ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ സഖാവ് വന്ന് എൻ്റെ ആ പ്രയോഗത്തെ വിമർശിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. CPM പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ GMUP സ്കൂളിന് സമീപം സമാപിച്ചു. തുടർന്ന് നടത്തിയ അനുശോചന യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബീബനാട്, CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി, BJP മണ്ഡലം പ്രസിഡന്റ് ബിജു നല്ലമ്പാനി, NCP നേതാവ് സദഖത്തുള്ള പടലത്ത്, INL ജില്ലാ സെക്രട്ടറി അമീർ, NR സുരേഷ്, രമേഷ് പൂർണിമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലത്ത് റെയിൽപാളത്തിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ക്ലിപ്പുകൾ കണ്ടെത്തിയത്. 2 വർഷം മുൻപ് ട്രെയിനു നേരെ കല്ലേറുണ്ടായ ഭാഗത്താണ് ട്രാക്കിൽ ക്ലിപ്പുകൾ കാണപ്പെട്ടത്. 2023 സെപ്റ്റംബറിൽ നടന്ന കല്ലേറു കേസിൽ ഇതുവരെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇതിനിടെയാണ് ഇതേ ഭാഗത്ത് പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പാലക്കാട്ടേക്കുള്ള പാളത്തിലായിരുന്നു ഇരുമ്പു നിർമ്മിത ക്ലിപ്പുകൾ. പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമ്മുവിലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവിക അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ക്ലിപ്പുകൾ വിവിധ ഭാഗങ്ങളിലായി പാളത്തിനു മുകളിൽ നിന്ന് കണ്ടെത്തിയത്. ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യതയുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമത്തിനാണ് കേസ്. കോടതിയിൽ ഹാജരായ കഞ്ചാവ് കേസ് പ്രതി കേസ് പരിഗണിക്കുന്നതിനിടെ മുങ്ങി. ഒറ്റപ്പാലം പോലീസ് 2017 രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതി കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി 26-കാരനായ നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 2 നിന്ന് രക്ഷപ്പെട്ടത്. 2017 ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോയിലേറെ കഞ്ചാവുമായി പിടിയിലായ കേസിലാണ് കോടതിയിൽ ഹാജരായത്. നേരത്തെ പലതവണ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ജഡ്ജി വാറന്റ് ഉണ്ടെന്നും കുറച്ച് മാറി നിൽക്കണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെ ഇയാളെ കാണാതായി. പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാതയിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണ നഗരത്തിൽ 4 റോഡിലും തകർച്ച. ചില ഭാഗങ്ങളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിൻ്റെ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനം നൽകി. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ആയിഷ കോംപ്ലക്സ് ബൈപ്പാസ് ജംഗ്ഷനിലും ജില്ലാ ആശുപത്രിക്ക് സമീപത്തും പൊന്യാകുരിശിയിലും റോഡ് തകർന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വരുന്ന ഭാഗങ്ങളാണിത്. മാനത്തമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡ് തകർന്നു രൂപാന്തരപ്പെട്ട കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡും തകർന്ന സ്ഥിതിയിലാണ്. റോഡുകൾ തകർന്നതോടെ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ പ്രയാസം നേരിടുകയാണ്.
റോഡിൻ്റെ തകർച്ച അപകടങ്ങൾക്കും നഗരത്തിൽ ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. നഗരത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. പെരിന്തൽമണ്ണ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ പരിപൂർണമായും തകർന്നിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, പ്രധാനമായും ആയിഷ ജംഗ്ഷൻ, അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിക്ക് മുൻവശം, അതേപോലെ മാനത്തുമംഗലം ജംഗ്ഷൻ, ബൈപ്പാസ് ജംഗ്ഷൻ, ഇവിടെയൊക്കെ റോഡ് ഏതാണ്, തോട് ഏതാണ്, കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ റോഡ് പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്ന വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിൻ്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പെരിന്തൽമണ്ണ NH വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നേരിട്ട് പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി. അവർ പറയുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്ന ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്നുള്ളത് പാവപ്പെട്ട ജനങ്ങൾ അതിന് കഷ്ടത അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട വകുപ്പുകളും കൃത്യമായി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. യൂത്ത് ലീഗ് നേതാക്കളായ നിസാം കുന്തപ്പള്ളി, ഉനൈസ് കക്കൂത്ത്, ഉമ്മർ റാഷിദ് KM, മൂസ കുറ്റേരി, ഫൈസൽ പാക്കത്ത്, സാലിഹ് പൊന്നിയാക്കുറിശി എന്നിവരും MSF ഭാരവാഹികളും ചേർന്നാണ് നിവേദനം നൽകിയത്. തകർന്ന റോഡുകൾ വേഗത്തിൽ ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. 4 പ്രധാനപ്പെട്ട റോഡുകളിലാണ് വലിയ തോതിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് 2 മാസം 3 മാസം എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ടുകൊണ്ട് ആവശ്യങ്ങളില്ല. എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കണമെന്ന് ശക്തമായി യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഒരു 15 ലക്ഷം രൂപ ഫണ്ട് വെച്ച് എത്രയും പെട്ടെന്ന് വേണ്ട അത്യാവശ്യ മെയിൻ്റനൻസ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് കൃത്യമായൊരു പരിഹാരം കാണാത്ത പക്ഷം, അങ്ങനെ ഒരു പരിഹാരം പെട്ടെന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ വ്യാഴാഴ്ച കർക്കിടക വാവ് ബലിതർപ്പണം നടത്തും. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്താറ്. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളായ തിരുവില്ലാമല ഐവർമഠം, തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, ഞാങ്ങാട്ടി ക്ഷേത്രക്കടവ്, തൃത്താല വെള്ളിയാങ്കല്ല യജ്ഞേശ്വരം ക്ഷേത്രപരിസരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നിവിടങ്ങളിലും തൂതപ്പുഴയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കടവ്, കാറൽമണ്ണ കാളിക്കടവ് എന്നിവിടങ്ങളിലുമെല്ലാം ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങും. പറയിപ്പറ്റ പന്തീരുകുലത്തിലെ മേഴത്തോൾ അഗ്നിഹോത്രി 99 യാഗങ്ങൾ ചെയ്ത യജ്ഞഭൂമിയിലെ നിളാതീരവും അതിപുരാതനമായ തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രവും ബലിതർപ്പണത്തിന് ഏറെ പ്രധാനപ്പെട്ടതെന്നാണ് വിശ്വാസം. ബലിതർപ്പണത്തിനു പുറമെ പിതൃമോക്ഷത്തിനായി തിലഹോമം, സായുജ്യപൂജ, നെയ്വിളക്ക് തുടങ്ങി വിശേഷാൽ വഴിപാടുകളും ഒരുക്കിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായി ബലിതർപ്പണം നടത്താൻ ഭക്തർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മൺമറഞ്ഞു പോയ പിതൃക്കളോടുള്ള കടമ നിറവേറ്റാനുള്ള അവസരം കൂടിയായാണ് കർക്കിടക വാവുബലിയെ വിശ്വാസികൾ കാണുന്നത്. തലേന്ന് വ്രതമെടുത്ത് കുളിച്ച് ഈറനണിഞ്ഞ് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരമാണ് ബലിയുടെ ചടങ്ങ് നടക്കുക. ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 3000 ആൾക്കാർക്ക് ബലിയിടാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള പറമ്പിൽ ഒരു ഭാഗത്ത് 500 പേർക്ക് ഒറ്റ പ്രാവശ്യം ഇരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് 500 ആൾക്കാർ, അതായത് ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ 2000 പേര് ഇരിക്കും. അങ്ങനെ 3000 പേർക്കുള്ള സജ്ജീകരണങ്ങൾ. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചുക്ക് കാപ്പിയും പ്രഭാത ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പുഴയിൽ വെള്ളം കുറവാണ് ഇപ്രാവശ്യം. പുഴയിൽ ഇറങ്ങി കുളിക്കാൻ, അവിടെ ഇറങ്ങുമ്പോൾ അവിടെ പിടിക്കാനുള്ള സംവിധാനവും അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങാൻ വയ്യാത്തവർക്ക് ഷവർ, നമ്മൾ വലിയ ഷവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കഴിഞ്ഞു പോകാൻ വേണ്ട എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് പയ്യനടം കോതറ തോടിൻ്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കർഷക കൂട്ടായ്മ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. 150 ഏക്കറിലെ ജലസേചനത്തിനുള്ള തോടാണ് ഒരു വർഷമായി ബണ്ട് പൊട്ടി ഒഴുകുന്നത്. ബന്ധപ്പെട്ടവരാരും വിഷയത്തിൽ ഇടപെടാത്ത സാഹചര്യത്തിലാണ്
100ഓളം കർഷകർ ചേർന്ന് കർഷക കൂട്ടായ്മ രൂപീകരിച്ചത്. ബണ്ട് പൊട്ടിയത് കാരണം കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, മഴ പെയ്തതോടെ തോട്ടിലെ കുത്തൊഴുക്ക് കൃഷി മുഴുവൻ ഒലിച്ചുപോയും വെള്ളം കയറിയും നശിച്ചു. 10 കിലോമീറ്റർ ദൂരമുള്ള തോടിന് പൂർണ്ണമായും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ട് തികയില്ല. MP, MLA ഫണ്ടുകൾ ഇതിനായി ഉപയോഗപ്പെടുത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഈ മേഖലയിലെ കൃഷിയുടെ നട്ടെല്ലാണ് ഈ തോട്. ഇക്കാര്യം കൃഷി വകുപ്പിന് അറിയാം. വകുപ്പ് മന്ത്രിയോ മന്ത്രിയുടെ പാർട്ടിയിലെ രാജ്യസഭാ MP മാരോ വിചാരിച്ചാൽ തുക കണ്ടെത്താനാവുമെന്ന അഭിപ്രായവും കർഷകർക്കിടയിൽ ഉയരുന്നുണ്ട്. ബണ്ട് തകർന്ന് 1 വർഷമായിട്ടും കർഷകരുടെ ആവശ്യത്തോട് ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിച്ചു എന്നതാണ് വസ്തുത. ഇതിനെതിരെയാണ് പ്രദേശത്തെ 100ഓളം കർഷകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചത്. തുടർ സമരങ്ങളും പ്രക്ഷോഭവും തുടങ്ങാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. തച്ചനാട്ടുകര കിഴക്കുംപുറത്തെ വവ്വാൽ ശല്യം അകറ്റാൻ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. വിഷയം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികളിൽ അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിപ സ്ഥിരീകരിച്ച 39-കാരിയുടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് ഇപ്പോഴുമുള്ളത്. ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത് വവ്വാലുകളിൽ നിന്നാണോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതർ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികളുടെ ശ്രദ്ധയിലും വിഷയം പെടുത്തിയിട്ടുണ്ട്. നിപ നിയന്ത്രണങ്ങൾ നിലനിന്ന സമയത്തായതിനാൽ നിയന്ത്രണങ്ങൾക്ക് ശേഷം സ്ഥിതി ശാന്തമാകുമ്പോൾ ഇവയെ തുരത്താനുള്ള ശാശ്വത പരിഹാരം കാണാമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. നിലവിൽ പ്രദേശം ശാന്തമാണ്. നിപ ഭീതി ഒഴിഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് വവ്വാലുകളെ നീക്കാനുള്ള ശ്രമം കൈക്കൊള്ളണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ആവശ്യപ്പെട്ടു. ഈ വവ്വാലുകളെ ആ പ്രദേശത്തു നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ സബ് കലക്ടർ, ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ആളുകളോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി യോഗം തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള അജണ്ട വെച്ച യോഗം ചേർന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു നടപടി തീർച്ചയായിട്ടും വനംവകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ള. ബഹുമാനപ്പെട്ട കലക്ടർ അതിനോട് പോസിറ്റീവായിട്ടാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. ഈ ക്വാറന്റൈൻ പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ നിപയുടെ ഒരാശങ്ക പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുള്ളത്, ഇപ്പോഴും ആ വവ്വാലുകൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പൂർണ്ണമായിട്ടും ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഏത് സമയവും ഈ വവ്വാലുകളിൽ വീണ്ടും ഒരു വൈറസ് ബാധ മറ്റൊരാൾക്ക് വരാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി വവ്വാൽ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കിഴക്കുംപുറം പ്രദേശത്തുകാർ. പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും സംസ്ഥാന കായകൽപ്പ് അവാർഡ്. നഗര കുടുംബാരോഗ്യ കേന്ദ്രം വിഭാഗത്തിൽ 90.8% മാർക്ക് നേടിയാണ് എരവിമംഗലം കേന്ദ്രം 1ാം സ്ഥാനം കൈവരിച്ചത്. ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് കായകൽപ്പ്. ഈ അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തെ വീണ്ടും തേടിയെത്തി. 90.8% മാർക്കോടെയാണ് എരവിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം 1ാം സ്ഥാനം കൈവരിച്ചത്. 2ാം തവണയാണ് കായകൽപ്പ് അവാർഡിന് ഹെൽത്ത് സെന്റർ അർഹമാകുന്നത്. രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന NQAS അവാർഡ് 2 തവണ എരവിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം നേടിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന KSH അംഗീകാരം, 2023 കായകൽപ്പ് അവാർഡിൻ്റെ ഭാഗമായുള്ള കമൻഡേഷൻ പുരസ്കാരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ എരവിമംഗലം ഹെൽത്ത് സെൻ്ററിന് ലഭിച്ചിരുന്നു. മെഡിക്കൽ ഓഫീസർ, ജനറൽ ഡോക്ടർ, ദന്ത ഡോക്ടർ, കുട്ടികളുടെ ഡോക്ടർ, ഗൈനക് വിഭാഗം, ഫാർമസിസ്റ്റുകൾ എന്നിവരുടെ സേവനവും എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച കാഴ്ച പരിശോധനയും ഈ ഹെൽത്ത് സെൻ്ററിൽ ലഭ്യമാണ്. മികച്ച ലാബും ഫാർമസിയും പ്രവർത്തിക്കുന്നുണ്ട്. മുടങ്ങാതെ പ്രതിരോധ കുത്തിവയ്പ്പും നൽകി വരുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന സെൻ്ററിൽ നിത്യവും 250-ലധികം ആളുകളാണ് ചികിത്സയ്ക്ക് എത്തുന്നത്. കായകൽപ്പ് അവാർഡിൻ്റെ പാരിതോഷികമായി 2 ലക്ഷം രൂപ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കും. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം പിന്തുടരുന്നവരാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ആരെന്ന് പലരും ചോദിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം MLA ആയ ആളാണ് താൻ എന്നാണ് അവരോട് പറയാറെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തന്റെ പിതാവിന്റെ ഓർമ്മ നിലനിർത്താൻ മണ്ണാർക്കാടുകാർ വലിയ സംവിധാനം ഒരുക്കി ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചതിനെ ഹൃദയപൂർവ്വം ആദരിക്കുന്നു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും അശരണർക്കും സഹായമാകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. നാം ചെയ്യേണ്ട ജോലി നാം ചെയ്യുക. അതിന്റെ പേരിൽ അവഹേളനവും അവഗണനയും ചിലപ്പോൾ ആദരവും ലഭിച്ചേക്കാം. എന്തു കിട്ടുന്നു എന്ന് നോക്കാതെ നാം ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധി അതാണ് ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്തുടർന്ന് പ്രവർത്തിച്ചാൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രി കേരളത്തിനുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ എനിക്കിതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും എന്നോട് തന്നെ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് അവരുടെ ആയിരിക്കാം, ചിലപ്പോൾ പരിഗണന കിട്ടിയേക്കാം, ചിലപ്പോൾ സ്ഥാനം കിട്ടിയേക്കാം, സ്ഥാനം കിട്ടാതിരിക്കാം, ചിലപ്പോൾ അപഹസിച്ചേക്കാം, ചിലപ്പോൾ അപമാനിച്ചേക്കാം, ചിലപ്പോൾ ആദരിച്ചേക്കാം. പക്ഷെ ആദരവാണെങ്കിലും അപമാനമാണെങ്കിലും അപഹാസമാണെങ്കിലും പരിഗണനയാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള മറുപടി അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലുണ്ട്, അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വാക്കുകളുണ്ട് ജീവിതത്തിലുണ്ട്. അതേപോലെ നമ്മൾ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഇതിലൊന്നുമല്ല കാര്യം, നമ്മുടെ പ്രവൃത്തിയാണ് കാര്യം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അർഹനായി പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, 4000 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഈ നാടിനോടുള്ള തന്റെ സ്നേഹം, ഈ പാർട്ടിയോടുള്ള തന്റെ സ്നേഹം തെളിയിച്ചാണ്. ഇവിടുത്തെ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ചു തന്നെയാണ്. നമ്മുടെ ഓരോ പാർട്ടി പ്രവർത്തകരും അടുത്ത ഒരു വർഷക്കാലം രാഹുൽ ഗാന്ധി കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോയി അതേ സമർപ്പണത്തോടുകൂടി അതേ താല്പര്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, മെയ് 2026 ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രി നമുക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കും. DCC സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ രോഗികൾക്കുള്ള വീൽചെയർ വിതരണോദ്ഘാടനവും ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു. KPCC സെക്രട്ടറി P. ബാലഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, DCC സെക്രട്ടറി PC ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാപാടത്ത്, നഗരസഭാ ഉപാധ്യക്ഷ K. പ്രസീത, സക്കീർ തയ്യൽ, ഷാജി എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട്ടെ ജനകീയ ഡോക്ടർമാരായ KP ശിവദാസിനെയും ഡോക്ടർ KA കമ്മപ്പയെയും ചടങ്ങിൽ ആദരിച്ചു. എല്ല് പുറത്തേക്ക് വന്ന് പുഴുവരിച്ച് കിടന്ന തെരുവു നായക്കുട്ടിക്ക് രക്ഷകനായി ഒറ്റപ്പാലം ഐക്യത്തിൽ ജ്വല്ലറി ഉടമ ഗിരീഷ്. തെരുവുനായ ആക്രമണം രൂക്ഷമായ ഈ കാലത്ത് ഒരു ജീവൻ എന്ന് മാത്രം കണ്ടാണ് ഗിരീഷ് നായക്കുട്ടിയെ പൊതുജീവിതത്തിലേക്ക് എത്തിച്ചത്. നല്ല മനസ്സിനുടമയായ ഗിരീഷിൻ്റെ ഈ വാർത്ത കാണാം. ജൂൺ 30 വൈകിട്ടാണ് ഗിരീഷിൻ്റെ ജ്വല്ലറിയുടെ മുമ്പിൽ പുഴുവരിച്ച് എല്ല് പുറത്തേക്ക് വന്ന നിലയിൽ ഒരു നായക്കുട്ടിയെ കാണുന്നത്. ഉടൻ തന്നെ ഗിരീഷും സഹോദരനായ പ്രവീണും നഗരസഭാ കൗൺസിലർ സുരേഷ് കുമാറും ചേർന്ന് പട്ടിക്കുട്ടിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിശോധനാ സമയം കഴിഞ്ഞതിനെ തുടർന്ന് പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിച്ച് ചികിത്സ നൽകി. എല്ല് പുറത്തേക്ക് വന്നതിനാൽ സർജറി ആവശ്യമാണെന്നും ഇതിനായി മണ്ണുത്തി വെറ്റിനറി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും ഡോക്ടർ നിർദ്ദേശം നൽകി. തുടർന്ന് ജൂലൈ 1 പനമണ്ണ സ്വദേശി ഓട്ടോ ഡ്രൈവറായ മണികണ്ഠനെ നായക്കുട്ടിയെ മണ്ണുത്തിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകുന്നതിനായി ചുമതലപ്പെടുത്തി. ആശുപത്രിയിലെത്തിയപ്പോൾ സർജറിക്കായി ഒരാഴ്ച കഴിഞ്ഞ് വരാനും നിർദ്ദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് മണ്ണുത്തിയിലെത്തിയപ്പോൾ സർജറി ചെയ്യാതെ തന്നെ എല്ലുകൾ ശരിയാവും എന്ന മറുപടിയാണ് ഡോക്ടർ നൽകിയത്. പിന്നീട് ചികിത്സ ഒറ്റപ്പാലത്തെ സർക്കാർ വെറ്റിനറി ആശുപത്രിയിൽ ആക്കി. നമ്മുടെ ഷോപ്പിന്റെ അടുത്തായിട്ട് ഒരു നായക്കുട്ടി പരിക്ക് പറ്റിയിട്ട് എല്ലെല്ലാം പുറത്തേക്ക് വന്ന് പുഴുവരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. നമ്മൾ കാണുന്നത് ജൂൺ 30 വൈകുന്നേരത്താണ്. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ട് ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാണിയംകുളത്തെ ക്ലിനിക്കുണ്ട്, അവിടേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ ഞാനും പ്രവീണും സുരേഷേട്ടനും പ്രകാശും കൂടി വാണിയംകുളത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രാഥമിക ചികിത്സ നൽകി. അതിൻ്റെ ഇൻഫെക്ഷനൊക്കെ കുറേ കുറച്ചു, ഗ്ലൂക്കോസ് എല്ലാം നൽകി, കുറച്ചൊന്ന് ബെറ്റർ ആക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇതിനുള്ള ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണുത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ എനിക്ക് കുറച്ച് യാത്രയും തിരക്കുകളും ഉള്ളതുകൊണ്ട് ഞാൻ മണികണ്ഠൻ എന്ന് പറഞ്ഞ നമ്മുടെ പനമണ്ണ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനെ സമീപിച്ചു. പിന്നെ ഒന്ന് മണ്ണുത്തി കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അതിനെ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ തിരിച്ചെത്തിയത്. പിന്നെ അവിടെ നിന്നുള്ള നിർദ്ദേശാനുസരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. എന്നാലാണ് ആ എല്ല് ഉള്ളിലേക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞു. അതുവരയ്ക്ക് ഒറ്റപ്പാലത്തെ ഇതിൽ കൊണ്ടുപോയിട്ട് മുറിവ് കെട്ടണമെന്ന് പറഞ്ഞു, ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്രകാരം അന്ന് മുതൽ ഇദ്ദേഹം തന്നെയാണ് ഒറ്റപ്പാലത്ത് കൊണ്ടുപോയിട്ട് ഡ്രസ് ചെയ്തിരുന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മണ്ണുത്തി കൊണ്ടുപോയി. ആ നായക്കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട് അതിൻ്റെ എല്ല് ഉള്ളിലേക്ക് ഇറങ്ങി ഉറച്ചിരുന്നു. 1.5 മാസത്തിനപ്പുറം നായ്ക്കുട്ടി ആരോഗ്യവാനായി. ഗിരീഷിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കണ്ണിയമ്പുറത്തെ വീട്ടിൽ സുഖമായി കഴിയുന്നു. 3 നേരം കൃത്യമായി ഭക്ഷണവും മരുന്ന് നൽകുന്നുണ്ട്. തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇക്കാലത്ത് എന്തിനൊരു തെരുവുനായയെ രക്ഷപ്പെടുത്തിയെന്ന പലരുടെയും ചോദ്യത്തിന് ഗിരീഷിൻ്റെ മറുപടി ഇങ്ങനെയാണ്.
ഒരു ജീവന്റെ വില. അതൊരു ജീവിക്ക് മിണ്ടാപ്രാണിയല്ലേ. ആ മിണ്ടാപ്രാണി ഒരു ജീവന് വേണ്ടി കേഴുമ്പോൾ എനിക്കതിനെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. അതിന് ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ, ട്രീറ്റ്മെന്റ് കൊടുത്താൽ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. അത് നടന്നു. അതിലെ ദിവസവും അതിനെ പരിചരിച്ചിരുന്നതും അതിന് മരുന്ന് കൊടുത്തിരുന്നതും ഭക്ഷണം കൊടുത്തിരുന്നതും എൻ്റെ അനിയനായിട്ടുള്ള പ്രവീണാണ്. മുറി പൂർണ്ണമായും ശരിയായാൽ വാക്സിനേഷനു ശേഷം നായക്കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഘടനകളെ ഏൽപ്പിക്കാനുമാണ് ഗിരീഷിന്റെ തീരുമാനം. വളർന്നുവരുന്ന തലമുറയ്ക്ക് ജനാധിപത്യ ബോധം പകർന്ന് ആധുനിക വോട്ടിംഗ് മെഷീനിന്റെ സഹായത്തോടെ താഴേക്കോട് അമ്മിനിക്കാട് PTM UP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. വിജയിച്ചവർ വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് 5 പേരാണ് മത്സരിച്ചത്. സ്കൂൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജൂലൈ 15-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ജൂലൈ 16-നാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജൂലൈ 21-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരവും നൽകി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചു. ഓരോ ക്ലാസുകളിലും സ്ഥാനാർത്ഥികളും കൂട്ടാളികളും എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. അസംബ്ലിയിലും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. 23-ന് ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത്. ആധുനിക രീതിയിലുള്ള ഇലക്ഷൻ സംവിധാനവും വോട്ടിംഗ് യന്ത്രവും ഉപയോഗപ്പെടുത്തി കുട്ടികൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. പോലീസ് യൂണിഫോം അണിഞ്ഞ കുട്ടി നിയമപാലകരുടെ സഹായത്തോടെ വോട്ടെടുപ്പ് സമാധാനപരമായി സമാപിച്ചു. വളർന്നുവരുന്ന തലമുറയ്ക്ക് ജനാധിപത്യ ബോധം വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനാധ്യാപകൻ KK ജാഫർ പറഞ്ഞു. ആധുനിക രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു മുതിർന്ന പൗരന്മാർ 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരൻ വോട്ട് ചെയ്യുന്നത്, അതേ രൂപത്തിലുള്ള വോട്ടിംഗ് പ്രക്രിയയാണ് നമ്മുടെ വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും അത് പിൻവലിക്കാനും അതിനുശേഷം അവർക്ക് ബാക്കിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി നൽകുകയും പിൻവലിച്ചതിന് ശേഷം അവർക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവസരവും അസംബ്ലിയിൽ സംസാരിക്കാനുള്ള അവസരവും കൊടുത്തതിന് ശേഷം കൃത്യമായ സെക്യൂരിറ്റിയോട് കൂടി പോലീസ് സംവിധാനത്തോടു കൂടി അവർ ഓരോരുത്തരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ബാല്യകാലത്ത് വോട്ട് ചെയ്യാൻ സാധിച്ച സന്തോഷത്തിലാണ് ഓരോ കുട്ടികളും. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ഇതിന് കാത്തു നിന്നത്. ഞങ്ങൾ ഉപ്പമാരും ഉമ്മമാരൊക്കെ പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ എന്നെല്ലാം അറിയാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടാക്കി തന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ വളരെ സന്തോഷം പ്രകടിപ്പിക്കും. ഇത് നല്ലൊരു അനുഭവമായി. വലുതായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊരു ചെറിയ രൂപമാണ്, വലുതായ ഇതിലേറെയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ലൊരു അനുഭവമായി. ഏറ്റവും അധികം വോട്ട് നേടുന്നയാളെ സ്കൂൾ ലീഡറായി പ്രഖ്യാപിക്കും. പിന്നീട് വോട്ടുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർട്സ്, സ്പോർട്സ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് മറ്റുള്ളവരെ നിയമിക്കും. ക്ലാസ് ലീഡർ സ്ഥാനത്തേക്കും മത്സരമുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ഫലം വന്ന ശേഷം ജൂലൈ 25-ന് വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. തമിഴ് സൂപ്പർ താരം സൂര്യയുടെ ജന്മദിനത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് സ്നേഹം വിളമ്പി ഫാൻസുകാർ. സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അടയ്ക്കാപ്പത്തൂരിലെ സ്നേഹദീപം ബഡ്സ് സ്കൂളിൽ സൂര്യയുടെ പിറന്നാൾ ആഘോഷിച്ചത്. തമിഴ് സിനിമാ താരം സൂര്യയുടെ 50ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെയും ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അടയ്ക്കാപ്പത്തൂരിലെ സ്നേഹദീപം ബഡ്സ് സ്കൂളിലെത്തി കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. നടന്റെ ഫോട്ടോ പതിപ്പിച്ച നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ഭിന്നശേഷി കുട്ടികൾക്കും അംഗനവാടി കുട്ടികൾക്കും വിതരണം ചെയ്തു. തുടർന്ന് ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും കഴിച്ചാണ് ആരാധകർ പിരിഞ്ഞത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന നടൻ സൂര്യയിൽ നിന്നു തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ആരാധകർ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. നടന്റെ ജന്മദിനത്തിൽ കേരളത്തിലുടനീളം ഫാൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധികളായ പ്രദീപ്, വിപിൻ, ധനീഷ്, ഗോകുൽ, ശ്രീനാഥ്, അർജുൻ, ശരത്, വിവേക്, ശ്രീജിത്ത്, വൈശാഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെർപ്പശ്ശേരി കരിയർ ഹബ്ബ് രക്തദാന ക്യാമ്പും നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി കരിയർ ഹബ് എഡ്യൂക്കേഷനിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി സെയിൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു.
സാമൂഹിക ആരോഗ്യ കേന്ദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധവും ആരോഗ്യ സേവന മേഖലയിലെ പ്രവർത്തന പരിചയവും വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനസ് രക്തദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നേത്രരോഗങ്ങൾ തുടക്കത്തിൽ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. കരിയർ ഹബ് എഡ്യൂക്കേഷൻ ഡയറക്ടർമാരായ ഫവാസ്, ഫാഹിം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ശ്രുതി, വിദ്യാർത്ഥി പ്രതിനിധി നജ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ് നോക്കാം. കൊപ്പം തിരുവേഗപ്പുറയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് അപകടം. ചെമ്പ്ര പാതയിലെ KV പടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കൊടുമുണ്ട ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. റോഡിലെ കുഴി വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിൽ നടന്ന ചാന്ദ്രദിനാഘോഷം വ്യത്യസ്തമായി. ക്വിസ് മത്സരം, വീഡിയോ പ്രദർശനം എന്നീ പരിപാടികൾക്കൊപ്പം അധ്യാപകൻ സുജിത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റോക്കറ്റ് വിക്ഷേപണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടവർക്കെല്ലാം കൗതുകമായി. പ്രധാനാധ്യാപകൻ ഷിബു AP, അധ്യാപകരായ സാന്ദ്ര, അർച്ചന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Seven, 6, 5, 4, 3, 2, 1. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വിപ്ലവ നായകൻ VS അച്യുതാനന്ദന് വിട നൽകി കേരളം. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തി ജനലക്ഷങ്ങൾ. വിലാപയാത്രയിലും പൊതുദർശനത്തിലും ജനത്തിരക്ക് അണപൊട്ടി. ദേശീയപാതയിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണ നഗരത്തിൽ റോഡ് തകർച്ച. പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി യുപ്നി. ഒറ്റപ്പാലത്ത് റെയിൽപാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ട്രെയിൻ അട്ടിമറി ശ്രമത്തിനാണ് കേസ്. അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്ന് വിലയിരുത്തൽ. കോടതിയിൽ ഹാജരായ കഞ്ചാവ് കേസ് പ്രതി കേസ് പരിഗണിക്കുന്നതിനിടെ മുങ്ങി. ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസ് പ്രതി കോട്ടയം സ്വദേശി നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയിൽ നിന്ന് മുങ്ങി. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ വ്യാഴാഴ്ച കർക്കിടക വാവ് ബലിയിടും. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വിപുലമായ ക്രമീകരണം. മണ്ണാർക്കാട് പയ്യനടം കോതറാത്തോടിൻ്റെ ബണ്ട് തകർന്ന് കൃഷി നശിച്ച സംഭവം. കർഷക കൂട്ടായ്മ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ബണ്ട് പുനർനിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.